എന്റെ നാട് കാർഷികോത്സവത്തിന് തുടക്കമായി. സിനിമാ താരം മഞ്ജു വാര്യർ ഉദ്ഘാടനം ചെയ്തു. സുസ്ഥിര കൃഷി സമൃദ്ധ കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കാർഷികോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. കാർഷികോത്സവം ഈ മാസം 7-ന് സമാപിക്കും. എന്റെ നാട് ജനകീയ കൂട്ടായ്മ നേതൃത്വം നൽകുന്ന കാർഷികോത്സവത്തിന് തുടക്കമായി. പ്രമുഖ ചലച്ചിത്ര നടി മഞ്ജു വാര്യർ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വാചകമുണ്ട്, കർഷകരാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ നട്ടെല്ല് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്ന ഒരു വാചകം. അത് എത്രമാത്രം സത്യമാണ് എന്നുള്ളത് ഞാനും തിരിച്ചറിയുന്നു. എന്ത് വില കൊടുത്തും സംരക്ഷിക്കപ്പെടേണ്ട ഒരു മേഖലയാണ് കാർഷിക വൃത്തി. എന്ത് വില കൊടുത്തും സംരക്ഷിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ് കർഷകർ എന്ന് പറയുന്നത്. നമുക്ക് ജീവിതത്തിൽ മറ്റെന്ത് കാര്യങ്ങൾക്കും ഒരു റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ മാറ്റിവെക്കാവുന്ന എന്തെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടും. പക്ഷേ ഈ കാർഷിക വൃത്തിക്കോ അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്കോ പകരം മാറ്റിവെക്കാൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ലോകത്ത് മറ്റൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ രാഷ്ട്രത്തിന്റെ, നമ്മൾ ഇന്നിപ്പോ ജീവിക്കുന്ന സാമൂഹിക ജീവിതത്തിന്റെ നട്ടെല്ലായി എന്നും നിലകൊള്ളേണ്ട ഒരു മേഖലയാണ് കാർഷിക വൃത്തി എന്ന് പറയുന്നത്. സുസ്ഥിര കൃഷി സമൃദ്ധ കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കാർഷികോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. 7-ാം തീയതി വരെ നീളുന്ന പരിപാടികളിൽ കാർഷിക വികസന സെമിനാറുകൾ, വില പ്രദർശനം, വിപണനം തുടങ്ങി സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കർഷകരെ ആദരിക്കുന്ന എന്റെ നാട് പ്രസ്ഥാനത്തിന് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ടാണ് മഞ്ജു വാര്യർ ഉദ്ഘാടനം നിർവഹിച്ചത്. ചാണ്ടി ഉമ്മൻ MLA ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. കർഷകരാണ് ഈ നാടിന്റെ നട്ടെല്ല്. കർഷകരില്ലെങ്കിൽ രാജ്യമില്ല. പല രാജ്യങ്ങളുടെയും തകർച്ചയുടെ കാര്യം കർഷകരുടെ തകർച്ചയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കർഷകരെ സംരക്ഷിക്കണം. ഇതുപോലത്തുള്ള ഉത്സവങ്ങൾ നമ്മളെ കൂടെ ഒന്ന് ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ്. കാരണം നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുന്ന പോലെ തന്നെ നമ്മുടെ കർഷകരെ സംരക്ഷിക്കണം. അത് ഗവൺമെന്റുകൾ തുടങ്ങി ഏറ്റവും അടിത്തട്ടിൽ ഉള്ള പഞ്ചായത്തുകൾ വരെ അത് ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ സിവിൽ സൊസൈറ്റിയും നമ്മുടെ സമൂഹവും അതിന് വലിയ ഒരു പങ്ക് വഹിക്കാനുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതേപോലത്തെ ഉത്സവങ്ങൾ ഈ ഒരു നാടിന്റെ തന്നെ ഉത്സവമായി മാറിയിരിക്കുന്ന കാഴ്ച കാണുവാൻ സാധിക്കുന്നു. സുസ്ഥിര കൃഷി സമൃദ്ധ കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കാർഷികോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. 7-ാം തീയതി വരെ നീളുന്ന പരിപാടികളിൽ കാർഷിക വികസന സെമിനാറുകൾ, വില പ്രദർശനം, വിപണനം തുടങ്ങി സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ജനുവരിയിൽ നടത്തുന്ന കാർഷിക മേള കേരളം കണ്ടതിൽ ഏറ്റവും മികച്ച കാർഷിക മഹാമേളയായി മാറ്റുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ചെയർമാൻ ഷിബു തെക്കുംപുറം പറഞ്ഞു. കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, പ്രിൻസ് വർഗി, EM മൈക്കിൾ, KM കുര്യാക്കോസ്, CK സത്യൻ, PM സിദ്ദിഖ്, ബാബു പോൾ, PA പാതുഷ, ജോഷി പൊട്ടക്കൽ, ജോഷി കുര്യാക്കോസ്, KE കാസിം, BG ഷിബു, ഡാമി പോൾ, KP കുര്യാക്കോസ്, ലിസി പോൾ എന്നിവർ പ്രസംഗിച്ചു. കാർഷികോത്സവത്തിൽ ഇന്ന് രാവിലെ 10 മുതൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും, ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് സെമിനാറും 5 മണിയോടെ മികച്ച കർഷകരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.